വെൽക്കം ടു ദ മെഡോ ഓഫ് ഫ്ലവേഴ്സ് ഗുൽമർഗ്. ഞങ്ങളിപ്പോൾ ഗുൽമർഗിലെത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ആക്ച്വലി ഗുൽമർഗാണ്. ഇവിടെ ഗൊണ്ടോള റൈഡ് ഫേസ് 1 ഞങ്ങൾ പോകുന്നത്. ആക്ച്വലി ഗൊണ്ടോള റൈഡ് എന്ന് പറയുന്നത് കേബിൾ കാർ റൈഡാണ്. ഗുൽമർഗിൻ്റെ മലമുകളിലൂടെ പോകുന്ന ഒരു കേബിൾ കാർ റൈഡാണ്. 2 ഫേസ് ഉണ്ട് ആക്ച്വലി, ഫേസ് 1 ആൻഡ് ഫേസ് 2. പക്ഷേ ഫേസ് 2 ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഫേസ് 1 മാത്രമേ ഇപ്പോൾ കവർ ചെയ്യുന്നുള്ളൂ. സമ്മർ ആയതുകൊണ്ട് വരുന്ന വഴി ഫുൾ വൈറ്റ് കളർ പൂക്കളായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ആക്ച്വലി. പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ കുറേ നല്ല വൈറ്റ് കളർ പൂക്കളൊക്കെ ആയിട്ട് ഭംഗിയുള്ള കാഴ്ചയത്. അതിലൂടെയാണ് നമ്മൾ ഗുൽമർഗിലെത്തുക. എന്നിട്ട് ഇവിടെ ഞങ്ങളിപ്പോൾ എത്തി. നേരത്തെ തന്നെ നിങ്ങൾക്ക് ഗോണ്ടോള റൈഡ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മേ ബി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റൈഡ് കിട്ടാൻ. പിന്നെ ഇവിടെ ഉള്ള വേറൊരു സീൻ എന്താ വെച്ചാൽ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അപ്പം ആൾക്കാർ വന്ന് നമ്മളുടെ അടുത്ത് വേണോ എന്നൊക്കെ ചോദിക്കും. ഹോഴ്സ് റൈഡ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാക്ക് അറൗണ്ട്. അങ്ങനെ നടന്നിട്ട് തന്നെ പോവാം. സോ ഞാൻ നിങ്ങൾക്ക് ഗോണ്ടോള റൈഡ് കാണിച്ചു തരാം. ഉണ്ടോ എന്ത് ഭംഗിയുള്ള വ്യൂ ആയത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഗോണ്ടോള റൈഡിലോട്ട് പോവാൻ കുറച്ചധികം നടക്കാനുണ്ട്. ലൈക്ക് ഹാർഡ്ലി ഒരു 1 കിലോമീറ്റർ അത്രയുണ്ട്. പക്ഷെ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഭംഗി. ഫേസ് 1 എൻട്രി ഇവിടെ നിന്നാണ്. ഇതിന് താഴെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വൻ കോസ്റ്റ്ലി ആയിരിക്കും സാധനങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് വല്ല വെള്ളം സ്നാക്സ് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ട് ഫേസ് 1 പോവുക. സോ വി ആർ ഹെഡിങ് ടു ഗോണ്ടോള റൈഡ്.
ഫേസ് 1 എത്തിയിരിക്കുകയാണ്. ഫോണിൽ എത്രമാത്രം നല്ല വ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ നേരിട്ട് കാണാൻ റിയലി ബ്യൂട്ടിഫുൾ. സോ ഇതാണ് ഗുൽമർഗിലെ കാഴ്ചകൾ. ആ കാണുന്നതാണ് ഫേസ് 2. അങ്ങോട്ടിപ്പോൾ കേബിൾ കാർ റൈഡ് ഇല്ല, പക്ഷെ കുതിരസവാരി ഉണ്ടെന്നാണ് കേട്ടത്. ആദ്യം ഇതൊന്ന് അന്വേഷിക്കണം. അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. സമ്മർ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ വിൻ്ററിലെ കാര്യം പറയണ്ടല്ലോ. ആ കാണുന്നതാണ് ഫേസ് 2. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ടൈം ഉണ്ടോയെന്ന് അറിയില്ല. ഹോഴ്സ് റൈഡിങ്ങിന് അവർ ഒരാൾക്ക് 2200 രൂപയാണ് പറയുന്നത്. സോ എല്ലാവരും അത് ഓക്കെ ആണോ എന്നറിയില്ല. സോ അല്ലെങ്കിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് പോവാം. ട്രെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിലോട്ട് ഫേസ് 2 വരെ പോവാം, പക്ഷെ അതിനുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല. സോ നമ്മളതിൻ്റെ ഹാഫ് വരെ പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ട്രെക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ലോണം കിതയ്ക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് റിയലി വർത്ത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. വിൻ്ററിൽ ഇത് മൊത്തം സ്നോ കൊണ്ട് മൂടിയിരിക്കുകയായിരിക്കും. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഒരു കുന്നിൻ്റെ മുകളിലെത്തി. ഇത് സ്റ്റിൽ ഫേസ് 2 ആണ്, ഫേസ് 1 ആണ്. ആ കാണുന്നതാണ് ഒരു വാട്ടർഫോൾ. അവിടെ വരെ പോകണം എന്നാണ് പ്ലാൻ. പക്ഷേ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. പിന്നെ ഉണ്ടോ, നടക്കാൻ വയ്യാത്തവർക്ക് ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഇവിടെ ഒരു കിടിലൻ വാട്ടർഫാൾസ് ഉണ്ട്. ഞങ്ങൾ അതുവരെ കയറാനാണ് പ്ലാൻ, പക്ഷെ പറ്റുമോന്നറിയില്ല. നല്ല ടയേർഡാവുന്നുണ്ട്. പക്ഷെ വ്യൂ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഭംഗിയാണ്. കമ്പാരിറ്റീവ്ലി വിന്ററിനെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്. പക്ഷെ ഗുൽമർഗ് ഇൻ സമ്മർ ഇസ് വേറെ ലെവൽ. ഇപ്പോൾ സമയം 2 മണി. ഇപ്പോൾ ശരിക്കും തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ ട്രെക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം
ഈ കല്ലുള്ളതുകൊണ്ട് കുറച്ച് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെയിലില്ല, അതുകൊണ്ട് നല്ല സെറ്റായി. അപ്പോഴത്തെ ആ ഒരു ക്ഷീണം ഇപ്പില്ല. ആ, ഞങ്ങളൊരു പോയിന്റിലെത്തി. ഇനിയുണ്ട്, അവിടെ എത്തണം. പക്ഷേ ഒരു ദിവസം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഒരു ടൈം വളരെ കുറവാണ്, അതുകൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റും, എത്ര നേരത്തിൽ വരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇനി അതുവരെ നമ്മൾക്ക് തിരിച്ചിറങ്ങാനുണ്ട്. നിങ്ങൾ ആ പൈൻ ഫോറസ്റ്റിന്റെ അപ്പുറത്ത് വരുന്നുണ്ട്. ആ കാണുന്ന പൈൻ ഫോറസ്റ്റിന്റെ അപ്പുറത്ത് കാണുന്ന കുറേ ബിൽഡിങ്സ്, സിറ്റീസ് പോലെ തോന്നുന്നില്ലേ, അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. സോ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അതുവരെ എത്തണം. ഇന്നൊരു ദിവസം എടുക്കും എന്തായാലും. ഫേസ് 2 ആക്ച്വലി നമുക്ക് പതുക്കെ ട്രെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മെല്ലെ മെല്ലെ കയറി പോവാം. ഇത് ഞങ്ങൾക്ക് 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വന്ന് അവിടെ എത്തണം, ഏറ്റവും താഴെ എത്തണം. അതുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം കയറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ക്ഷീണം നല്ലോണം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, പക്ഷേ ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ആ മുകളിലെത്തണം, അതാണ്. ഇതിപ്പോൾ ഫേസ് 2 ആണ്. ആ മുകളിലാണ് ഫേസ് 2ൻ്റെ ഏറ്റവും ടോപ്പ്. ഞങ്ങൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓക്സിജൻ കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്ത് എന്നാൽ മാക്സിമം സ്പീഡിൽ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫേസ് 2ൻ്റെ ടോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആക്ച്വലി ഫേസ് 2. ഇതും ഫേസ് 2 ആണ്. ട്രെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹോഴ്സ് റൈഡ് ചൂസ് ചെയ്യാം, പക്ഷേ സാഹസികമായി ഞങ്ങൾ ട്രെക്കിംഗ് ചൂസ് ചെയ്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ മെല്ലെ മെല്ലെ അവിടെ എത്തുന്നതായിരിക്കും. അടുത്ത വിഷ്വൽ അവിടെ എത്തിയിട്ട് കാണിച്ചു. ആ കാണുന്നതാണ് ഫേസ് 2ൻ്റെ ടോപ്പ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതാണ് മെൽറ്റഡ് ഗ്ലേസിയേഴ്സ് ആണ് അതൊക്കെ. പക്ഷെ നമുക്ക് അതുവരെ പോകാനിപ്പോൾ സമയമില്ല. നമ്മളൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ കൂടെ വന്നതുകൊണ്ട് 3 മണിക്ക് മുൻപ് താഴെ എത്തണം. ഇപ്പം തന്നെ 3 മണിയായി. കുതിരയിലൊക്കെ പോവാം, പക്ഷെ ഞങ്ങൾ ട്രെക്കിംഗ് ചൂസ് ചെയ്തതുകൊണ്ട് ആക്ച്വലി ഒരു ഫുൾ ഡേ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഫേസ് 2 വരെ ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ധൃതി പിടിക്കാതെ വരുവാണെങ്കിൽ ഫുൾ നമുക്ക് ആ ട്രെക്ക് മൊത്തം കയറാം. പക്ഷേ ഈ കയറിയത് അത്രയും അടിപൊളിയായിരുന്നു.